ഒരു ചെറിയ ടോപ്പിക് അതിൽ കവർ ചെയ്യേണ്ടായിരുന്നു. സെൻഡ് ടു മെയിൽ റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞുള്ളൊരു ടോപ്പിക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഇമെയിൽ മെസ്സേജസ് നമുക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു. ക്വിക്ക് ആക്സസ് ടൂൾ ബാർന്ന് കമാൻഡ്സ് എടുത്തിട്ട് യു കുഡ് ഡു സംതിങ് ലൈക്ക് മെയിലിംഗ് സെൻഡ് ടു മെയിൽ റെസിപ്പിയൻ്റ് എന്നൊരു ഓപ്ഷൻ. ഇതിപ്പോൾ ഞാനിപ്പോൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. വിൽ ജസ്റ്റ് റിമൂവ് ദിസ് ഫ്രം ദ ടൂൾ ബാർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുക്കുക. പോപ്പുലർ കമാൻഡ്സിൽ നമ്മൾ മെയിലിംഗ് ടാബ് എടുത്തിട്ട് വി വെയർ ഡൂയിങ് സംതിങ് വിത്ത് സെൻഡ് ഇമെയിൽ മെസ്സേജസ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്യുകയുണ്ടായി. ഓക്കെ, സെൻഡ് ഇമെയിൽ ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ നമ്മൾ ഇതിന് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഇൻവിറ്റേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻഡ് ഇമെയിൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതായിട്ട് കിട്ടും എന്നുള്ളൊരു സംഭവം ചെയ്തിരുന്നു. പക്ഷെ as you can see ഇത് ഈ പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും മെയിൽ മെർജിലൊക്കെ പോയിട്ട് ഈ പറയുന്ന പ്രോസസ്സ് പിന്നെയും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിലിലൊക്കെ ചെയ്ത് ഈ സ്റ്റെപ്പുകൾ കഴിയുമ്പോഴാണ് സെൻഡ് ഇമെയിൽ മെസ്സേജസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് കുറച്ചും കൂടി ഇതായിട്ട് വരുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഈ ഒരു നിങ്ങളൊരു കണ്ടന്റ് നിങ്ങളുടെ വേറെ ഡോക്യുമെന്റിൽ കിടപ്പുന്നുണ്ട്. ഈ പറയുന്ന ഇത്രയും ആളുകൾക്കല്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മെയിൽ മെർജ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരാൾക്ക് വേണ്ടിയാണ് മെയിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 2013 വേർഡ് ഓപ്ഷനിൽ ഈ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്ന യൂസിങ് വേർഡ് ആസ് യുവർ ഔട്ട്ലുക്ക് ഇമെയിൽ എഡിറ്റർ എന്നുള്ള ഒരു സബ് ഓപ്ഷൻ ടൂൾസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ടാബ് ഇതിലില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന് നമുക്ക് ബദലായിട്ട്, അതായത് ആ ഒരു സംഭവം ചെയ്യാതെ തന്നെ ഈ പറയുന്ന സെയിം ഓപ്ഷൻ ഇതിലുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എടുക്കുക. അതിന്റെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ ഡയലോഗ് ബോക്സ് എടുക്കുക. ഡയലോഗ് ബോക്സിൽ ചൂസ് കമാൻഡ്സ് ഫ്രമിൽ ഓൾ കമാൻഡ്സ് എടുക്കുക. ഓൾ കമാൻഡ്സ് എടുത്തിട്ട് താഴേക്ക് പോവാം. താഴേക്ക് പോയി എസ്സിൽ നോക്കുക. എസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻഡ് ടു മെയിൽ റെസിപ്പിയൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ആഡ് ചെയ്യാം. ആവശ്യമില്ലാത്തത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ദെൻ യു ജസ്റ്റ് ക്ലിക്ക് ഓക്കെ. ഈ പറയുന്ന ഓപ്ഷൻ ഇവിടെ വന്നു. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാം. ആണോ, ഇത് നേരെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് യൂസിങ് വേർഡ് ആസ് യുവർ ഔട്ട്ലുക്ക് ഇമെയിൽ എഡിറ്റർ എന്ന ഓപ്ഷൻ ആണ് ആക്ച്വലി ഇതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിന്റെ ഓരോ പാർട്സിനെ ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ അത് പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഔട്ട്ലുക്കിൽ പോയിട്ട് വേർഡ് ഡിഫോൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്ലുക്ക് ഇമെയിൽ എഡിറ്റർ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണമായിരുന്നു ഈ പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനൊരു ആസ്പെക്ട് വരുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇമെയിൽ ഐ ഡി ആർക്കാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കോമന്റ് ടൈപ്പ് ചെയ്താലും മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാഹുൽ 123@gmail.com സ്പേസ് അത് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ മെയിൽസ് ഉണ്ടെങ്കിൽ കേട്ടോ, ഒരു ഇതിലുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ കോമയല്ല സെമിക്കോളനാണ് യൂസ് ചെയ്യുന്നത്. സെമിക്കോളൻ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിങ്ങനെ തന്നെ നമുക്ക് എത്ര മൾട്ടിപ്പിൾ വേണമെങ്കിലും ചെയ്യാം. മെയിൽ മെർജിലാണെങ്കിൽ നിങ്ങൾ അത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് അയക്കാനുള്ളപ്പോഴാണ് മെയിൽ മെർജ് കുറച്ചും കൂടി ഈസി. ഇല്ലെങ്കിൽ ഈ പറയുന്ന സെൻഡ് ടു മെയിൽ റെസിപ്പിയൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ ചിലപ്പോൾ കാണാറുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഈ പറയുന്ന CC ആൻഡ് BCC എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ. ഓക്കെ, CC എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾ മെയിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എൻ ഓപ്ഷൻ കോൾഡ് BCC. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ് പറയുക. കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ ആയിട്ട് ചിലപ്പോൾ മെയിൽ അയക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അതിന്റെ കോപ്പീസ് വേറെ പല ആളുകൾക്കും നിങ്ങൾക്ക് അയക്കാം. ഓക്കെ, ഈ അയക്കുന്ന മെയിൽ രാഹുൽ 123ക്ക് ഒപ്പം തന്നെ ഇപ്പോൾ ഇമാജിൻ ആദർശ് 473@hotmail.com എന്നുള്ള ഒരു ഇതിലാണ് എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ
ഈ ഒരു സംഭവം ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ കാർബൺ കോപ്പി ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആളുകൾക്ക് ടൈപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ദെൻ ദർ സംതിങ് കോൾ BCC. BCC എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറയും. അതായത് നിങ്ങൾ ഈ 2 ആർക്കാണോ അയക്കുന്നത്, ആ അയക്കുന്നതിൻ്റെ ഒരു കോപ്പി വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അയക്കാനുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് അയക്കാനുണ്ടെന്ന് വിചാരിക്കാം. അയക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷേ ആ ആർക്കാണോ അഡ്രസ്സ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാഹുൽ 1 2 3ക്ക് ഞാൻ ഇത് അയക്കുമ്പോൾ CCയിൽ എഴുതുകയാണെങ്കിൽ ഈ രാഹുൽ 1 2 3ക്കും അല്ലെങ്കിൽ ആദർശ് 473ക്കും കാണാൻ പറ്റും ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും അയച്ചിട്ടുണ്ടെന്ന്. അത് ആർക്കൊക്കെയാണോ അയച്ചിട്ടുന്നത് അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇമാജിൻ ഈ രാഹുൽ 1 2 3 എന്ന ആൾക്ക് ഞാൻ അയക്കുന്ന മെയിലിൻ്റെ ഒരു കോപ്പി ആദർശ് 473ക്ക് ഞാൻ അയക്കുന്നുണ്ട്. പക്ഷെ ആദർശ് 473ക്ക് ഞാൻ അയക്കുന്നത് രാഹുൽ 1 2 3 അറിയാൻ പാടില്ല. അല്ലെങ്കിൽ അതിൽ ഒരു ഇൻഫർമേഷൻ രാഹുൽ 1 2 3ക്ക് പോകുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ CCയിലാണെന്നുണ്ടെങ്കിൽ കാണും, CCയിൽ നിന്ന് ആദർശ് 473 കാണും. അപ്പോൾ അത് രാഹുൽ അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BCC എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. BCC ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്തിട്ട് CCക്ക് തന്നെ BCCയിൽ ഇട്ടാൽ ഈ റെസിപ്പിയന് ഈ BCCയിൽ ഇട്ട ആളുകളെ കാണാൻ പറ്റില്ല, ആർക്കൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് ആ കണ്ടന്റ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. സെയിം ഇതുപോലൊക്കെ തന്നെ അതിൽ തന്നെ പിന്നെ സ്റ്റാർട്ട് മെയിൽ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ് ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്തില്ല, ഇത്രയും സംഭവങ്ങളുള്ളൂ നിങ്ങൾക്ക് ഇതിൽ ആക്ച്വലി പഠിക്കാനായിട്ട്. പിന്നെ ഇതിൽ വേറെ കുറെ നിങ്ങൾക്ക് ഫയൽ അറ്റാച്ച് ചെയ്യാൻ, അതുപോലെ തന്നെ അഡ്രസ് ബുക്കുകളിൽ നിന്ന് അഡ്രസ് ആഡ് ചെയ്യാൻ. ഇപ്പോൾ അഡ്രസ് ബുക്ക് ഞാൻ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയലോഗ് ബോക്സ് ഈസ് ഓപ്പൺ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, ക്ലോസ് ദ ഡയലോഗ് ബോക്സ് ആൻഡ് ട്രൈ അഗൈൻ. ഓക്കെ, ഔട്ട്ലുക്കിൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ടാണ്. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ഈ ഓപ്ഷൻസ് ജസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത്രയും ഈ അഡ്വാൻസ് ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാനുള്ളൂ. ഇത് മനസ്സിലാക്കിയിരിക്കാനുള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ആരും ഈ പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാറില്ല. ലിറ്ററലി എൻ്റെ അറിവിൽ ഔട്ട്ലുക്ക് ഇമെയിൽ വെച്ചിട്ട് വേർഡ് വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അയക്കുന്ന ഒരു സംഭവം ചെയ്യുന്ന ആളുകൾ അറിയാത്തതുകൊണ്ടാവാം, മേ ബി ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഇതിൽ അപ്പോൾ ഔട്ട്ലുക്ക് ആസ് ഇമെയിൽ എഡിറ്റർ നിങ്ങൾ വെച്ച് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു യുവർ വിഷ്. പക്ഷെ മെയിൽ മെർജ് എന്നാണ് ഓപ്ഷൻ നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ, ഇത്രയും അധികം ആളുകൾക്ക് നിങ്ങൾക്ക് ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ ആഡ് ചെയ്യാം. അതിലിപ്പോൾ വേറെ കുറേ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ജിമെയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങളിത് ഈ വേർഡിൽ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ സെൻഡ് ടു മെയിൽ റെസിപ്പിയൻറ്റ് എന്ന് അർത്ഥം. ഓക്കെ.